പ്രിയപ്പെട്ടവരെ, ഇന്ന് 3/10/2024 നമ്മൾ സാധു ഹെറിറ്റേജിലെ കണ്ണൂരിലെ പൂളിലാണ്. ഇന്ന് 3 വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ശിഷ്യഗണങ്ങളാണ് കരുത്തന്മാരായി കായലും പുഴയും കടലും ഒക്കെ നീന്താൻ തയ്യാറായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മോൻ്റെ പേര് ഇസാൻ. ഏത് സ്കൂളിൽ പഠിക്കുന്നു? റിംസിൽ. വാരത്താ? ഓക്കെ, ഗുഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ 20 മിനിറ്റ് നോൺ സ്റ്റോപ്പ് ചെയ്തായിരുന്നല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പഠിക്കാൻ വന്ന അനുഭവം? സന്തോഷം? ഹാപ്പിയാണോ? എത്ര സമയം ചെയ്തായിരുന്നു നിർത്താതെ? 2 മണിക്കൂർ 20 മിനിറ്റ്. ഓക്കെ, 2 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-4.5 കിലോമീറ്റർ ദൂരം കവർ ചെയ്യാനുള്ള ശേഷി നേടിയിട്ടുണ്ട്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ബാക്കി കാര്യങ്ങൾ അടുത്ത കായലും പുഴയും കടലും ഒക്കെ നീന്തുന്ന സമയത്ത് എടുക്കാം. എന്തുണ്ട് പേര്? ബാബു. എവിടെ വീട്? പുതിയതെരു. ഓക്കെ, എന്തായിരുന്നു നീന്തലിനെ കുറിച്ച്? നല്ല തന്നെ. നേരത്തെ നീന്തുമായിരുന്നു? ചെറിയ പ്രായത്തിലുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു നീന്തൽ രംഗത്ത് വലിയ ആളായി എങ്ങനെ വലിയ ഒന്ന് നന്നായിട്ട് നീന്തണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നായിരുന്നു. അവിടെ വീട്ടിനടുത്ത് കുളമൊക്കെ ഉണ്ട്, അവിടെ നീന്താറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്ന് എന്താണെന്നുള്ള നീന്തുമെന്നുള്ളത് നോക്കിക്കഴിഞ്ഞപ്പോൾ പൂളിൽ ഏകദേശം എനിക്കൊരു 30 മീറ്റർ നീന്തി 45 മീറ്ററിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ക്ഷീണം തട്ടിയിരുന്നു അല്ലേ? ഇപ്പം 1-2 കിലോമീറ്റർ നീന്താൻ പ്രാപ്തമായിട്ടുണ്ട്. ഇന്നലെ ലൈഫ് സേവിങ്ങിൻ്റെ കുറേ ഐറ്റങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. ഇൻ്റർലോക്ക് കട്ട എടുത്ത് വെച്ചുകൊണ്ട് ചെസ്റ്റിലൊക്കെ എടുത്ത് വെച്ച് പല മോഡലുകൾ ലൈവ് ഇട്ടിരുന്നു ഞാൻ അല്ലേ? ഓക്കെ. അതിനുശേഷം കാലും കൈയും കെട്ടിയിട്ട് നീന്തുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യുക, അഭ്യാസങ്ങളൊക്കെ പഠിക്കുക. എന്തായാലും അത് വലിയ ആഗ്രഹം ഉള്ളതല്ലേ, ഇതൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് എനിക്കൊന്ന് വ്യായാമം എന്നുള്ള നിലയിലേക്ക് കൊണ്ട് നടക്കണമെന്നുള്ള വലിയ ആഗ്രഹം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും പറയാൻ എന്തുണ്ട് ഇതിനെക്കുറിച്ച്? ഒന്നുമില്ല, നല്ല തന്നെ. ഹാപ്പി. ഇത് നല്ല നീന്തൽ, നല്ല പരിശീലനം, നല്ല തന്നെ. ഓക്കെ. മോൻ്റെ പേര്? ഹാരോൺ. 1 മണിക്കൂർ എത്ര മിനിറ്റാണ് ചെയ്തത്? 1 മണിക്കൂർ 20 മിനിറ്റ് നോൺ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഭവൻസിൽ. വീട് എവിടെയാണ്? കക്കാട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എന്തായാലും 1 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്ന് സമയമുണ്ടെങ്കിൽ ഇനിയും ചെയ്യാമായിരുന്നു എന്നുള്ളൊരു മൂഡിലായിരുന്നു അല്ലേ? ടയർഡായിട്ട് നിർത്തിയതല്ല, അതുകൊണ്ട് ക്ലാസ് ഉള്ളത് കൊണ്ട് അന്ന് നേരത്തെ നിർത്തിപ്പോയതായിരുന്നു. എന്തായാലും നമ്മളെ പോളിസി തന്നെ ആയാസരഹിതമായി ദീർഘദൂരം നീന്താൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ നിങ്ങളത് പൂർത്തീകരിച്ചു. എങ്ങനെയുണ്ട് അനുഭവം? എങ്ങനെയുണ്ടായി പഠിക്കാൻ വന്നതിൻ്റെ? ഞാൻ പഠിച്ചു. ഇത്രയും സമയം നിർത്താണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ എങ്ങനെ തോന്നി? ആദ്യം വിചാരിച്ചിട്ടില്ല 1 മണിക്കൂറെല്ലാം നീന്താൻ കഴിയും. അതിപ്പോൾ ഇങ്ങനെ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടതുപോലെ ഉണ്ടാവും. പക്ഷെ നമ്മളെ പഠിച്ചതിൻ്റെ റിസൾട്ട് നമ്മളിപ്പം വരുന്ന ആഴ്ചയിൽ പുഴയും കായലും ഒക്കെ നീന്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ആ പഠിച്ചതിൻ്റെ ഗുണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാവും. എന്തായാലും ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഷബീർ ഫാദർ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന വളരെ പ്രിയപ്പെട്ട ആളാണ്. ഇന്ന് ചെറിയ ജലദോഷമായതുകൊണ്ട് കരയ്ക്ക് നിൽക്കുകയാണ്. എന്തായിരുന്നാലും എന്നിട്ട് എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നു മോനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത് ആളാണ്. എന്തായിരുന്നു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ മകനാണ് ഇസാന്, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് ഹാറൂൺ. നമ്മളാർക്കും സ്വിമ്മിംഗ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് 2-3 ക്ലാസ് കൊണ്ട് തന്നെ കുട്ടികൾ നല്ല എക്സ്പേർട്ടായി. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നല്ല ടെക്നിക്കുകളൊക്കെയാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട് കുട്ടികൾക്കൊക്കെ. അപ്പോൾ 1 മണിക്കൂറൊക്കെ നീന്താൻ പറ്റുമെന്നൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. വിശ്വസിക്കില്ല. അതാണ് കാരണം, രണ്ടുപേരും തീരെ അറിയാത്തവരാണ്. പൂളിൽ ഇതുവരെ നീന്തിയിട്ട് പോലും ഇല്ല, കുളത്തിലോ ഒന്നും എവിടെയും നീന്താത്ത ആൾക്കാരാണ്. പെട്ടെന്ന് ഒരു 4-5 ക്ലാസ് കൊണ്ടാണ് അവർ 1 മണിക്കൂറൊക്കെ ഫ്ലോട്ടിങ് ചെയ്യാനുള്ള ഇതിലേക്ക് വന്നത്. അതാണ് മെയിനായിട്ടുള്ളത്. അതായത് കാലങ്ങളായിട്ട് പഠിച്ചിട്ടും ഒരു 5-10 മിനിറ്റും കണ്ടിന്യൂസ് ഇതിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ പറ്റാത്ത ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാത്തവർ 5-6 ക്ലാസ് കൊണ്ടാണ് ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ പഠിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. യെസ്, അത് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, പിതാവെന്നുള്ള നിലയിലേക്ക് നിങ്ങളുടെ ആ മൈൻഡിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം ബേസിക് പഠനം എന്നുള്ള നിലയിലേക്കല്ല ഇവിടെ വന്നു ചേർന്നത്. നിങ്ങൾ വന്നത് നമുക്കൊരു കിലോമീറ്ററിൻ്റെ ഐറ്റം അത് ഗ്യാരണ്ടി ആണെങ്കിൽ നമുക്കത് വേണം, അത് പഠിക്കണം, കായൽ നീന്തണം, പുഴ നീന്തണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഡ്മിഷൻ എടുത്തത്. അത് മോൻ വന്ന ആദ്യത്തെ ദിവസം ഞാൻ നോക്കിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, സാധാരണയുള്ളവരെ അപേക്ഷിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ സാധാരണ എല്ലാവരും 10 മിനിറ്റ് കൊണ്ടൊക്കെ നീന്തുന്നവരാണ്. മോൻ എനിക്ക് തോന്നി 2ാമത്തെ ദിവസമാണ് നമ്മുടെ ഈ പൂളിനെ ഇങ്ങനെ ക്രോസ് ചെയ്തത് അല്ലേ? 5 മീറ്റർ ക്രോസ് ചെയ്യാൻ 2 ദിവസം എടുത്തു. സാധാരണ ആളുകൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്യും. അപ്പോഴേ എനിക്കറിയാം നിങ്ങളുടെ ആ മൈൻഡ് വെച്ച് എനിക്കറിയാം എനിക്ക് ടോൺ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. എന്തായി കഴിഞ്ഞാലും അവൻ അതിനെ തകർത്ത് കളഞ്ഞു. എത്ര
2 മണിക്കൂർ 20 മിനിറ്റ് ചെയ്തു. അത് മോനും ചെയ്യാമായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ചെയ്യാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാം. അവർക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്കൂളിൽ പോകേണ്ടതുണ്ടല്ലോ, അതുകൊണ്ടാണ് അവരന്ന് രണ്ടുപേരും അതെ 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 അതെ. അപ്പോൾ നമുക്ക് ദീർഘദൂരം ഒരുപാട് ചെയ്യാൻ പറ്റും. ഒരു സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കും പ്രാപ്തമാക്കുന്ന ഒരു തലത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. എന്തായാലും പഠിക്കണം നിനക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ്? അതെ അതെ, എന്തായാലും തീർച്ചയായും നല്ലോണം നമുക്ക് ഈ കറക്റ്റായിട്ട് ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നിടക്ക് വന്നിട്ട് വേണം നമ്മൾ പരിശീലനം നേടാനും പഠിക്കാനും. എന്നാലേ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ദീർഘദൂരം നീന്തൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കുറച്ച് അഭ്യാസങ്ങൾ പഠിച്ചതുകൊണ്ട് നമുക്ക് ദീർഘദൂരം നീന്താനുള്ള ഒരു കാര്യങ്ങളൊന്നും നേടാൻ പറ്റത്തില്ല. അപ്പം ഇതുപോലെയുള്ള നല്ല ചാൾസൺ സാർ പോലെയുള്ള നല്ല കറക്റ്റായിട്ട് നീന്തൽ പരിശീലനങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ പഠിക്കണം അത്. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം. നമുക്കിനി കായലും പുഴയും കൂടൊക്കെ നീന്തിയതിന് ശേഷം ബാക്കിയൊക്കെ നമുക്ക് കായലൊക്കെ നീന്തുന്ന സമയത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. ഷബീർ അപ്പോഴത്തേക്ക് ശരിയായി വരട്ടെ എന്ന് ഒന്നും കൂടി ആശംസിക്കുന്നു. ശരിയാവും, നമ്മൾ അതും കൊണ്ടേ പോകും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, റൈറ്റ് 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 റൈറ്റ്.